ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. പത്രങ്ങളിലൂടെ മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ പാർട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വളരെ സിമ്പിൾ ആയ ഒരു പത്രങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് പരമാവധി 200 മാർക്ക്, നിങ്ങൾ ടീമായിട്ട് മത്സരിക്കുന്നു. 200 മാർക്ക് വരെയാണ് പരമാവധി നേടാവുന്നത്. കാരണം 20 മാർക്കുള്ള 10 ചോദ്യങ്ങൾ. ഓക്കെ, 10 ചോദ്യങ്ങൾ. അതെ, ഓരോ ചോദ്യത്തിനും 10 മാർക്കിന്റെ ഒരു പ്രധാന ചോദ്യവും 2 ചെറിയ ഉപചോദ്യങ്ങളും ഉൾപ്പെടെ 20 മാർക്ക് നേടാം. ആകെ 200. 200ൽ 150 മുകളിൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം അടുത്ത എപ്പിസോഡിന് മുമ്പ് തരുന്നതായിരിക്കും. ശരിയാണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ 10 ചോദ്യങ്ങളുടെ പ്രത്യേകത, 10 ചോദ്യങ്ങളും ഓരോ ഫോട്ടോയെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ചിത്രങ്ങൾ കൃത്യമായി ഗ്രൂപ്പിൽ കാണിക്കാൻ മറക്കണ്ട. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ആ ചിത്രം നിങ്ങൾ കണ്ട് ഫോട്ടോയിലും ക്യാമറയിലും കൂടി ഒന്ന് കാണിച്ചോളൂ. തിരിച്ചു വെച്ച് കാണിക്കണേ. തിരിച്ചു വെച്ച് കാണിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. യെസ്, ഒന്നാമത്തേത് കണ്ടല്ലോ. ഓക്കെ, ഒന്നാമത്തേത് ഒരു നോവലാണത്. ആ നോവലിന്റെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉത്തരങ്ങളായിട്ട് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം. ഓരോ ചോദ്യത്തിനും അതിന് മാത്രം മാർക്ക് പറയുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു നോവലാണ്. ആ നോവലിന്റെ എഴുതിയിരിക്കുന്ന ആളുടെ പേര് നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടാനുള്ള സാധ്യത. കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ആദ്യത്തെ നോവലാണ് ചിത്രത്തിലുള്ളത്. ആരാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്? രമേശ് ചെന്നിത്തല. ശരിയായ ഉത്തരവാണ്. കോൺഗ്രസ്. എങ്ങനെ? ഓക്കെ, അപ്പൊ കോൺഗ്രസ് നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ നിയോഗം എന്ന നോവൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു പബ്ലിഷിംഗ് ഹൗസ് കൂടി ഉണ്ട്. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ DC ബുക്സ് പോലെ, കറന്റ് ബുക്സ് പോലെ, പെൻഗ്വിൻ ബുക്സ് പോലെ, SPCS സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് NBS പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായി ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ശ്രേഷ്ഠ ഇസ് ദ റൈറ്റ് ആൻസർ. 5 മാർക്കോടെ കഴി 15 മാർക്ക് നിങ്ങൾ നേടിയിരിക്കുന്നു. 150ലേക്ക് നിങ്ങൾ എത്തുമോ? ഇതാ ഒരു ചോദ്യം കൂടെ മാത്രം. ഞാൻ മറ്റൊരു നോവലിന്റെ കൂടെ പേര് പറയാം. അതും കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് എഴുതിയ നോവലാണ്. നോവലിന്റെ പേര് കരയ്ക്കടുക്കാത്ത കപ്പൽ. ആ കപ്പലിന്റെ പ്രത്യേകത, ഇതുവരെ കരയ്ക്കടുത്തിട്ടില്ല. കരയ്ക്കടുക്കാത്ത കപ്പൽ. KB ഗണേഷ് കുമാർ, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ KB ഗണേഷ് കുമാറിന്റെ നോവലാണ് കരയ്ക്കടുക്കാത്ത കപ്പൽ. ശരിയായ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. ആദ്യം നിങ്ങൾ 10 മാർക്ക് നേടിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം തിരിച്ചു കാണിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ, ഒരു പാലമാണ് ചിത്രത്തിൽ. ശരി, കണ്ടല്ലോ, ശ്രദ്ധിച്ചല്ലോ. എനിക്ക് ആദ്യം അറിയേണ്ടത് ഏതാണ് ഈ പാലം? എന്തോ ഒരു പ്രത്യേകതയുള്ള പാലമാണ്. ആ പ്രത്യേകത അല്ലെങ്കിൽ പാലത്തിന്റെ പേര് കിട്ടിയാൽ 10 മാർക്ക്. പറഞ്ഞോളൂ. പടഹാരം പാലം. ആലപ്പുഴ ജില്ലയിലെ പടഹാരം പാലം ശരിയായ ഉത്തരവാണ്. എന്താണ് പ്രത്യേകത? ഇരുനില പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലമാണ്. കേരളത്തിലെ നിലവിലുള്ള ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത പാലങ്ങളിൽ ഒന്നാണ് പടഹാരം പാലം. ആലപ്പുഴയിൽ കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം. ശരി, ഇതിന്റെ കൂടെ അടുത്ത 5 മാർക്കിന് സാധ്യത. എവിടെ മുതൽ, ഏത് പഞ്ചായത്ത് മുതൽ ഏത് പഞ്ചായത്ത് വരെയാണ് പടഹാരം പാലം ഉള്ളത്? അതിനകത്ത് ഒരു പ്രത്യേകത, ഈ 2 പഞ്ചായത്തുകളുടെയും പേരിൽ വളരെ പ്രശസ്തരായ മലയാളികളുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ തകഴി മുതൽ നെടുമുടി വേണുവിന്റെ നെടുമുടി വരെയാണ് പടഹാരം പാലം. ശരിയായ ഉത്തരം. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചാൽ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. കാരണം പടഹാരം പാലം എന്ന് പറയുമ്പോൾ, പാലങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിർബന്ധമായും സംസാരിക്കേണ്ട ഒരു പാലം കേരളത്തിലെ കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമായിരുന്നു. അതിന്റെ ഉത്തരം പെരുമ്പളം പാലമായിരുന്നു. ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരം പറഞ്ഞതിനാൽ ആദ്യ സ്റ്റേജ് ആയതുകൊണ്ട് മാത്രം 5 മാർക്ക് തരുന്നു. ഇനി തരില്ല കേട്ടോ. പെരുമ്പളം പാലം നമ്മൾ പോയി കണ്ടതാണ്. പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം ശരിയായ ഉത്തരവാണ്. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, വാഴ സിനിമയൊക്കെ കണ്ടതല്ലേ? എന്തിനാണോ നിങ്ങൾ സഹോദരങ്ങൾ ഇരുന്ന് ബഹളം വെക്കുന്നത്? മൂന്നാമത്തെ ചിത്രം കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, മൂന്നാമത്തെ ചിത്രം ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ആണ്. 3 നിറങ്ങളാണ് അതിനകത്തുള്ളത് അല്ലേ? പച്ച, മഞ്ഞ, അല്ല പച്ച, നീല, ചുവപ്പ്, വെള്ള. വെള്ളമുണ്ട്, പിന്നെ പച്ച, നീല, ചുവപ്പാണ് പ്രധാനപ്പെട്ടത്. എന്താണ് ആ ഫുട്ബോളിന്റെ പേര്? ട്രിയോണ്ട.
10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ട്രിയോണ്ട. ഓക്കെ, കഴിഞ്ഞ വർഷം ഖത്തറിലായിരുന്നു വേൾഡ് കപ്പ്. അന്ന് ട്രിയോണ്ടയല്ല, മറ്റൊരു പേരായിരുന്നു ഫുട്ബോളിന്. നിഷാൻ ഉത്തരം പറഞ്ഞു. അൽ റിഹില ഈസ് ദ റൈറ്റ് ആൻസർ. അൽ റിഹില, ഖത്തറിൽ അൽ റിഹില എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം 20 മാർക്ക് വീണ്ടും 60ലേക്ക് നിങ്ങൾക്ക് എത്തിക്കണം. ഇതുവരെ മാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ട്രിയോണ്ട എന്നുള്ളത് ഒരു സ്പാനിഷ് വാക്കാണ്, ഒരു സ്പാനിഷ് വാക്ക്. ആ ട്രിയോണ്ട എന്ന സ്പാനിഷ് പദത്തിന്റെ അർത്ഥം എന്താണ്? 3 തിരകൾ. 3 വേവ്സ് ആണ് ശരിയായ ഉത്തരം. 3 കൊടുങ്കാറ്റല്ല, 3 തിരകൾ ശരിയായ ഉത്തരം. നിഷാൻ, നിനക്ക് പലതിനും ഉത്തരം തെറ്റിപ്പോകുന്നുണ്ട്. ബട്ട് ആസ് എ ടീം നിങ്ങൾ ജയിക്കുന്നു. 60 മാർക്ക്. നാലാമത്തെ ചോദ്യം കണ്ടു നിങ്ങൾ ചോദ്യം കണ്ടു. ഈ ബോംബ് സ്ഫോടനത്തിൽ തകർന്നു കിടക്കുന്ന കെട്ടിടം ഒരു സ്കൂളാണ്. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഇറാൻ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന്റെ ആദ്യ ദിവസം നിരവധി കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ആ സ്കൂളിന്റെ പേരിനാണ് നിങ്ങൾക്ക് 10 മാർക്ക്. പ്രൈമറി സ്കൂൾ. മിനാബിലാണ് ആ സ്കൂള്. ശരിയായ ഉത്തരവാണ്. സ്കൂളിന്റെ പേര് പറയോ? മിനാബ് സ്ഥലമാണ്. മിനാബിലെ സ്കൂൾ. 5 മാർക്ക് തരാം. 10 തരത്തില്ല. 10 തരണമെങ്കിൽ ആ സ്കൂളിന്റെ പേരോടെ പെടണം. അറിയോ? ഷജറ തയ്യബ് സ്കൂൾ മിനാബിലാണ്. മിനാബിലെ ഷജറ തയ്യബ് സ്കൂളാണ്. സോ 5 മാർക്ക്. മിനാബ് എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്ക് തരുന്നു. നിഷാൻ, ഉത്തരങ്ങൾ നിനക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന 2 ചോദ്യങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മാർക്ക് വർദ്ധിപ്പിക്കാം. 80ലേക്ക് എത്തില്ല എന്ന് ഉറപ്പിച്ചു. കാരണം 70 മാർക്കിൽ നിങ്ങൾ 65ലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഓപ്പറേഷന് ഇറാനെതിരെയുള്ള ഈ ആക്രമണത്തിന് ഇസ്രയേലും അമേരിക്കയും വ്യത്യസ്തമായ 2 പേരുകളാണ് വിളിക്കുന്നത്. അമേരിക്ക ഇട്ടിരിക്കുന്ന പേരെന്ത്? അതിന് 5 മാർക്ക്. ഇസ്രയേൽ ഇട്ടിരിക്കുന്ന പേരെന്ത്? അതിന് 5 മാർക്ക്. അമേരിക്കയുടെ പേര് എപ്പിക് ഫ്യൂറി ആണ്. അമേരിക്ക. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അമേരിക്ക. ഓപ്പറേഷൻ റോറിംഗ് ലയൺ ഇസ്രയേൽ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ റോറിംഗ് ലയൺ ആണ്. രണ്ടും ശരിയായ ഉത്തരവാണ്. ആയിരുന്നു ഇത്. റോറിംഗ് ലയണും എപ്പിക് ഫ്യൂറിയും ശരിയായ ഉത്തരം. 15 മാർക്കുകൾ കൂടി കിട്ടി. 4 ചോദ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ 80ൽ 75 മാർക്കുകൾ വാങ്ങിയിരിക്കുകയാണ്. കൈയടിക്കാം. ഇല്ല, കഴിഞ്ഞു. ഇനി ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ. ഇതുപോലെ ഓരോ ദിവസവും പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്താൻ നമുക്ക് ഈ വീഡിയോകളിൽ സാധിക്കാത്തതുകൊണ്ട് പക്ഷേ അതിന് പരിഹാരമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പത്രങ്ങളിലൂടെ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം ഡെയിലി നമ്മൾ അന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ ഇടുന്നുണ്ട്. 365 രൂപയാണ് ഫീസ്. ഒരു ദിവസത്തേക്ക് 1 രൂപ. ഇതിൽ 365 രൂപയാണ്. എൻട്രി കിട്ടിയാൽ 1 വർഷം ഗ്രൂപ്പിൽ തുടരാം. അതെ, ഒരു എൻട്രി കിട്ടിയാൽ 1 വർഷത്തോളം ആ ഗ്രൂപ്പിൽ തുടരാവുന്നതാണ്. 1 വർഷത്തോളമേ പറ്റുള്ളൂ. 1 വർഷം പറ്റില്ല. 1 വർഷം. ഓക്കെ, സോറി, ഞാൻ പറഞ്ഞപ്പോ അതങ്ങനെ പോയി. അപ്പൊ ഞങ്ങൾ മിഠായി പൊതിയും അതുപോലെ തന്നെ കോട്ടയത്തെ മികച്ച PSC ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നായ ബ്രാഡ്സും ചേർന്നാണ് പത്രങ്ങളിലൂടെ ഗ്രൂപ്പ് അവതരിപ്പിച്ചത്. അപ്പൊ നമ്മള് നമ്പർ ഇവിടെ നൽകാം. കോണ്ടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. ഗൂഗിൾ പേയിൽ ആ തുക ഇടണം. 360 രൂപ പൈസ ഇടുക ഗ്രൂപ്പിൽ. ഓക്കെ, എങ്കിൽ 5ാമത്തെ ചിത്രത്തിലേക്ക്. 5ാമത്തെ ചിത്രം നിങ്ങൾ കണ്ടിരിക്കുകയാണ്. ഗംഭീരമായ ഒരു ചിത്രമാണ്. ഓക്കെ, ആ ചിത്രം ചോദ്യം സ്പെസിഫിക് ആണ്. എന്ത് ഇനത്തിന്റെ ചിത്രമാണ്? ഒറ്റ ഉത്തരം. മത്സര ഇനത്തിന്റെ പേര് മഞ്ജു വിരട്ടൽ. ശരിയായ ഉത്തരം. 10 മാർക്ക്. ഈ കഴിഞ്ഞ ആഴ്ച പത്രങ്ങളിൽ നമ്മൾ കണ്ട പറഞ്ഞ പത്രബുക്കുകളിൽ ഉണ്ടായിരുന്നതാണ് മഞ്ജു വിരട്ട്. 10 മാർക്ക്. ശരി, 5 മാർക്ക് കിട്ടാൻ അടുത്തത്. മഞ്ജു വിരട്ട് എന്നാൽ എന്താണ് ആ ഇനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു കാളയെ കാണികളുടെ ഓഡിയൻസിൽ ഇറക്കി വിടും. അപ്പൊ ജല്ലിക്കെട്ടോ? അത് ഓക്കെ, കറക്റ്റ് ഉത്തരവാണ്. ജല്ലിക്കെട്ടിന് അതിന് പരിശീലനം സിദ്ധിച്ച മല്ലന്മാർക്ക്, കളിക്കാർക്ക്, കായിക താരങ്ങൾക്കിടയിലേക്കാണ് കാളയെ ഇറക്കി വിടുന്നതെങ്കിൽ വിശാലമായി കാണികൾക്കിടയിലേക്ക് ആളുകളെ ഇറക്കി വിടുന്നതാണ് മഞ്ജു വിരട്ട്. അപ്പോൾ 2ഉം 2ആണ്. ഇത് മഞ്ജു വിരട്ടിന്റെ ചിത്രമാണ് ഈ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം 15 മാർക്ക് കിട്ടി. ഒറ്റ ചോദ്യം കൂടി. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ജല്ലിക്കെട്ട് ഒരു സിനിമയുടെ പേരായി വന്നിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് എന്ന സിനിമയുടെ കഥ, തിരക്കഥ ഒക്കെ എഴുതിയത് ആരാണ്? ജല്ലിക്കെട്ട് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഒന്നിലധികം കഥകൾ ഇപ്പോൾ സിനിമയായിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ ടീമിന്റെ കൂടെ
ലിജോ ജോസ് പല്ലിശ്ശേരി ആൻഡ് ടീമിന്റെ കൂടെയൊക്കെയാണ് കൂടുതൽ കാണുന്നത്. ഇന്ദു ഗോപൻ തെറ്റായ ഉത്തരവാണ്. എസ് ഹരീഷ്, കോട്ടയംകാരൻ കൂടിയായ എസ് ഹരീഷിന്റേതാണ് ജല്ലിക്കെട്ട് ഉൾപ്പെടെയുള്ള കഥകൾ. എസ് ഹരീഷ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് 90 മാർക്കാണ്. പേടിക്കേണ്ട, അടുത്ത 100 മാർക്കിൽ നിന്ന് കേവലം 60 മാർക്കുകളിൽ കൂടി കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മാനത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം റെഡിയല്ലേ? 6ാമത്തെ ചോദ്യം. ചിത്രം നിങ്ങൾ കണ്ടു. ഡോക്ടർ ബി, ഒരാളുടെ ആത്മകഥ തന്നെയാണത്. ചോദ്യം ഇതാണ്: ഡോക്ടർ ബി എന്ന ആത്മകഥ എഴുതിയ വളരെ പ്രശസ്തനായ ആ വ്യക്തി ആരാണ്? ഡോക്ടർ കുമാർ ബാഹുലേൻ. ഡോക്ടർ കുമാർ ബാഹുലേൻ. അദ്ദേഹം അന്തരിച്ച വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഡോക്ടർ കുമാർ ബാഹുലേനാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂറോ സർജനാണ് അദ്ദേഹം. 10 മാർക്ക്. 5 മാർക്കിന്റെ ചോദ്യം. ഇദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആണെന്ന് മാത്രമല്ല, ഇദ്ദേഹം ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ സർജന്മാരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തെ രാഷ്ട്രത്തലവനെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ടീമിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ആരോഗ്യ ടീമിലെ അംഗമായിരുന്നു ഡോക്ടർ കുമാർ ബാഹുലേൻ? അമേരിക്കൻ പ്രസിഡന്റിന്റെ ടീമിലെ അംഗമായിരുന്നു. കറക്റ്റ് ഉത്തരം. 15 മാർക്കും കിട്ടിയിരിക്കുന്നു. ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആണെന്ന് പറഞ്ഞു എങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോയാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറെയാണ് നമ്മൾ കാണുക? പീഡിയാട്രീഷ്യൻ. ശരിയായ ഉത്തരം. സിമ്പിൾ ആയിട്ട് 5 മാർക്ക് കൂടെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ 6 ചോദ്യങ്ങൾ 120 മാർക്കിൽ നിങ്ങൾ നേടിയിരിക്കുന്നത് ഇപ്പോൾ 110 മാർക്ക്. 7ാമത്തെ ചോദ്യം നിങ്ങൾ കണ്ടു. സിമ്പിൾ ചോദ്യം കണ്ടല്ലോ? കണ്ടു. ഓക്കെ, നമുക്ക് ഫോട്ടോ ഇടാം. ഒറ്റ ചോദ്യം. ആ ചിത്രമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു നാഷണൽ പാർക്കിന്റെ ചിത്രമാണ്. ഇന്ത്യയിലെ നാഷണൽ പാർക്കിന്റെ ചിത്രമാണ്. ഏത് സംസ്ഥാനത്തെ ഏത് നാഷണൽ പാർക്ക്? മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്ക്. ശരിയായ ഉത്തരവാണ്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? 10 മാർക്ക്. എങ്ങനെ? ചീറ്റ. കാരണം ഇന്ത്യയിൽ ചീറ്റകളുടെ എണ്ണത്തിൽ വളരെ കുറവ് വന്നിരിക്കുന്നു. മറ്റു പല നമീബിയയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് ചീറ്റയെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ഈ ആഴ്ച മാർച്ച് ആദ്യം നമ്മൾ ഈ വാർത്ത എടുക്കാൻ കാരണം വീണ്ടും ഏറ്റവും ഒടുവിൽ ചീറ്റയെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ്. നമീബിയ അല്ല, സൗത്ത് ആഫ്രിക്ക അല്ല, ആഫ്രിക്കയാണ് ചീറ്റകളുടെ കേന്ദ്രം. ഏതാണ് ആ ആഫ്രിക്കൻ രാജ്യം? ബോട്സ്വാന. ശരിയായ ഉത്തരം. 5 മാർക്ക്. ബോട്സ്വാന. ശരിയായ ഉത്തരം. ഒറ്റ ചോദ്യം കൂടി. ചീറ്റകൾ ഇന്ത്യയിലില്ല. അപ്പോൾ ചീറ്റകളെ റീഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതിനൊരു പ്രോജക്റ്റ് തന്നെയുണ്ട്, ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രോജക്റ്റ്. അതിന്റെ സിമ്പൽ ഒരു ചീറ്റ തന്നെയാണ്. സ്വാഭാവികം, ചീറ്റകളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആ പ്രോജക്റ്റിന്റെ ഭാഗം ഒരു ചീറ്റ തന്നെയായിരിക്കണം. ലോകത്തെ ഏറ്റവും വേഗതയേറിയ കരജീവിയാണ് ചീറ്റ. എന്താണ് ആ ചീറ്റ റീഇൻവെൻഷൻ പ്രോഗ്രാമിന്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള ചീറ്റയുടെ പേര്? ചീറ്റ ലൈഫ് ലൈൻ. ഓക്കെ, ഒരു ചീറ്റ തന്നെയാണത്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവില്ല. ചിൻഡു ചീറ്റ. എന്താ? ആ പടം നോക്കി വെക്കണം. ഹിന്ദിയിലാണ് എഴുതുന്നത് കേട്ടോ. ചിൻഡു ചീറ്റ. ആ ചിത്രം നിങ്ങൾ നോക്കി വെക്കണം. ചിൻഡു ചീറ്റയാണ് ഉത്തരം. ചിൻഡു ചീറ്റ. 15 മാർക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ 7 ചോദ്യങ്ങൾ കഴിഞ്ഞു. 140 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓൾറെഡി 125 നേടിയിരിക്കുന്നു. 8ാമത്തെ ചിത്രത്തിന്റെ പ്രത്യേകത ഇത് ഒറ്റ ചോദ്യമാണ്. 200 മാർക്കിന്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു വ്യക്തിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏത് വ്യക്തിയാണെന്ന് പറയണം. അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് കണക്ഷൻ എന്ന് പറയണം. ഏത് വ്യക്തിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ 100 മാർക്ക് കിട്ടും. എന്താണ് ഈ ചിത്രവും അത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പൂരിപ്പിച്ചാൽ അടുത്ത 100 മാർക്ക്. ഓക്കെ. ഉണ്ണികൃഷ്ണൻ. എന്തുണ്ണികൃഷ്ണൻ? ഉണ്ണികൃഷ്ണൻ. അതാരായിരുന്നു? അത് കോൺഗ്രസ് നേതാവായിരുന്നു. കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ഈ കാലത്ത് അന്തരിച്ച KP ഉണ്ണികൃഷ്ണൻ. ശരിയായ ഉത്തരവാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇത് VKNന്റെ പയ്യൻ കഥകള് വളരെ പ്രശസ്തമായ കഥാപാത്രം. ആ പയ്യൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹം ഇൻസ്പിറേഷൻ ആയിട്ടെടുത്തത് ഈ ഉണ്ണികൃഷ്ണനെയാണ്. കറക്റ്റ് ആണ്. പയ്യൻ കഥകളിലെ പയ്യൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിന് ഇൻസ്പിറേഷൻ ആയത് KP ഉണ്ണികൃഷ്ണനാണ്. പിന്നെ 2ാമത്തെ പിക്ചർ സദ്ദാം ഹുസൈൻ അദ്ദേഹത്തിന്റെ ഒളിത്താവളത്തിൽ നേരിട്ട് എന്ന് കണ്ട വ്യക്തിയാണ്. നേരിട്ട് എന്ന് കണ്ട് ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ്. പത്രപ്രവർത്തനായിരുന്നപ്പോൾ KP ഉണ്ണികൃഷ്ണൻ. ശരിയായ ഉത്തരം. ഷാഫി പറമ്പിൽ, വടകര. അത് വടകര പ്രത്യേകത. കോൺഗ്രസും ലീഗും BJPയും ഒന്നിച്ച് നിന്നപ്പോൾ ഒരു കാലത്ത് അതിനെതിരെ വടകരയിൽ കോലീബി സഖ്യത്തിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വ്യക്തിയാണ് KP ഉണ്ണികൃഷ്ണൻ. അതാണ് ഷാഫി പറമ്പിൽ വടകര MPയുടെ ചിത്രം ഇട്ടിരിക്കുന്നത്. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. 20 മാർക്ക്. ഇപ്പൊ നിങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു.
എത്രയായി? നിങ്ങൾ ഇപ്പൊ 160 നിങ്ങൾ ഓൾറെഡി 145 എത്തിക്കഴിഞ്ഞു. അടുത്ത നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. അടുത്ത ചോദ്യം നോക്കിയതാണോ? അതെ അതെ അതെ, ഇത് നിഷാനെ ഞാൻ ഏൽപ്പിച്ചതാ. ഓക്കെ, നിഷാൻ കണ്ടില്ല. മാർച്ച് 8 ആദരിക്കപ്പെട്ട ഇത്തവണത്തെ വനിതാ ദിനത്തിൽ ആദരിക്കപ്പെട്ട നമ്മുടെ പേരും കണ്ടു നാമക്കുഴി സഹോദരങ്ങൾ. ചോദ്യം ഇതാണ്, 20 മാർക്ക് 10 മാർക്കിനുള്ള ചോദ്യം. ഇവര് ഏത് മേഖലയിലാണ് പ്രശസ്തം? ഏത് മേഖലയിൽ? നാമക്കുഴി സഹോദരങ്ങളാണല്ലോ. ഏത് മേഖലയിലാണ് പ്രശസ്തം? സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഏത് ഇനം? വോളിബോൾ. സ്പോർട്സ് ആണ്, വോളിബോൾ ആണ് ശരിയായ ഉത്തരം. നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. അടുത്തത്, ആ ചിത്രത്തിൽ കാണുന്ന ഏറ്റവും പ്രശസ്തിയായ വ്യക്തിയാണ്. അതടുത്ത ചോദ്യം വരുന്നത്. കുഴപ്പമില്ല. അർജുന അവാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളി വനിത തന്നെയാണ് ചിത്രത്തിൽ. ആരാണത്? ശരിയായ ഉത്തരം. ഫുൾ മാർക്ക്. വോളിബോൾ, അതായത് കേരളത്തിൽ വോളിബോളിന് വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത, ഇന്ത്യയിൽ തന്നെ വോളിബോളിനെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തികളിൽ ഒരാളാണ്. നാമക്കുഴി സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തവണ മാർച്ച് 8 വനിതാ ദിനത്തിൽ അവരെ ആദരിച്ചിരുന്നു. ആ വാർത്ത കൊണ്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KC ഏലമ്മ, VK സാറാമ്മ, PK ഏലിയാമ്മ, 3 പേരാണ്. അതിൽ 2 പേരാണ് ആ ചിത്രത്തിലുള്ളത്. ഓക്കെ, ലാസ്റ്റ് 20 മാർക്ക് കിട്ടി. ലാസ്റ്റ് ചോദ്യം സിമ്പിൾ ചോദ്യമാണ്, 10 മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ളത്. ആ ചിത്രത്തിൽ ഒന്ന് ദാദാ സൗരവ് ഗാംഗുലിയാണെന്നറിയാം. എനിക്കറിയേണ്ടത് സൗരവ് ഗാംഗുലിക്കൊപ്പം ആ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. ആ ചിത്രത്തിൽ സൗരവ് ഗാംഗുലിക്കൊപ്പം നിൽക്കുന്ന വ്യക്തി. ഈ ചിത്രം എന്താണെന്നും സാഹചര്യം എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ചോദിക്കാൻ ഞാൻ പുറകെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഗസ് അറിയാം. അറിയോ? ഓക്കെ, 10 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ക്ലൂ തരാം. ഇത് സംഭവം എന്താ? ഇത് സംഭവം സൗരവ് ഗാംഗുലി അതെ, അത് അടുത്ത ചോദ്യം ഇതായിരുന്നു. ഈഡൻ ഗാർഡൻസ്, കൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ഏതാ സ്ഥലം എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയാണ്, ഈഡൻ ഗാർഡൻസ് ആണ്. ഈഡൻ ഗാർഡൻ മൈതാനത്ത് സൗരവ് ഗാംഗുലി കൊൽക്കത്തക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ജേഴ്സി സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ആ ജേഴ്സിയുടെ പ്രത്യേകത എന്നുള്ളതായിരുന്നു. അത് ലോർഡ്സില് ഏത് സീരീസ്, ഏത് ടൂർണമെന്റ്? നാറ്റ് വെസ്റ്റ് സീരീസിലാണ് 2002. ഉത്തരം കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് അതിന് മാർക്കില്ല. 15 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതിന് 5 മാർക്ക് നിങ്ങൾക്ക് തരുള്ളൂ. എന്താ? നാറ്റ് വെസ്റ്റ് ആയിരുന്നു പറയണ്ടേ? പറഞ്ഞില്ല, നെറ്റാ പറഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും സമ്മാനം കിട്ടി. നിങ്ങൾ ഈ തർക്കിക്കാതെ അതാ ശരി, 5 മാർക്ക്. നാറ്റ് വെസ്റ്റ് സീരീസ് ആണ്. നാറ്റ് വെസ്റ്റ് സീരീസിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരം. അതിനു മുമ്പ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ആൻഡ്രൂ ഫ്ലിൻഡോഫ് എന്ന ഇംഗ്ലീഷ് കളിക്കാരൻ ഇന്ത്യയിൽ അവർ പരമ്പര നേടിയപ്പോൾ ഷർട്ടൊക്കെ ഊരി വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തി. തിരിച്ച് അവിടെ ചെന്ന് നാറ്റ് വെസ്റ്റ് സീരീസിന്റെ ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 325 റൺസ് അടിച്ചു വൺ ഡേയിൽ. അന്ന് 50 ഓവറിൽ 325, 5 വിക്കറ്റിന്. തിരിച്ച് ബാറ്റ് ചെയ്യാൻ വന്ന ഇന്ത്യ സൗരവ് ഗാംഗുലിയൊക്കെ നന്നായിട്ട് തുടങ്ങി, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഉണ്ട്. എങ്കിലും 24ാമത്തെ ഓവർ എത്തിയപ്പോൾ 146ാമത്തെ റൺസിൽ 5ാമത്തെ വിക്കറ്റ് സച്ചിനും പോയി. പിന്നെ അറിയാവുന്ന ആരുമില്ല, ടീം തോറ്റു എന്ന് ഉറപ്പിച്ചു. അവിടെ നിന്ന് യുവരാജ് സിംഗ്, അന്ന് യുവരാജ് സിംഗ് അത്ര സ്റ്റാർ ആയിട്ടില്ല, യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും ചേർന്ന് മത്സരം തിരിച്ചു കൊണ്ടുവന്ന് ഒടുവിൽ 326, 8 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറിൽ 326 റൺസിലെത്തി ഇന്ത്യ അത്ഭുതകരമായി വിജയിച്ചു. ആ വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ലോർഡ്സിൽ നിന്ന്, ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സിൽ, സൗരവ് ഗാംഗുലി തന്റെ ടീഷർട്ട് ഊരി ഇങ്ങനെ കറക്കി. അത് ഭയങ്കര ഹിറ്റ് സീനായിരുന്നത്. ആ ജേഴ്സിയാണ് ഈഡൻ ഗാർഡൻസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് അന്നത്തെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആയ 76 ബോളിൽ 88 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിന്ന വ്യക്തിയാണ്. പേര് മുഹമ്മദ് കൈഫ്. മുഹമ്മദ് കൈഫ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രകടനം കൊള്ളാം. നിങ്ങൾ മത്സരം അവസാനിക്കുമ്പോൾ 200-ൽ നിങ്ങൾ 175 മാർക്ക്, യഥാർത്ഥത്തിൽ 170 മാർക്ക് നേടി. പിന്നെ കരഞ്ഞു കൂവി 5 മാർക്കൂടെ ചേർത്ത് 175 മാർക്ക് നേടിയിരിക്കുകയാണ്. അപ്പോൾ അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമ്മൾ പത്രങ്ങളുടെ ഗ്രൂപ്പിന്റെ കാര്യം മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. പിന്നെ പപ്പ മറക്കാണ്ട, അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ഞങ്ങളുടെ സമ്മാനവും കിട്ടേണ്ടതാണ്. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനുള്ള അവസരമുണ്ട്. ഹൈപ്പ് ചെയ്യുക, അതുപോലെ
ചാനൽ ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം നിവിൻ.